ഒരു ഇറ്റാലിയൻ ഡെസേർട്ടായ പാനക്കോട്ടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. നമ്മളിന്ന് ഉണ്ടാക്കുന്ന പാനക്കോട്ട എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്രീം കുക്ക് ചെയ്തിട്ടാണ് ഈ പാനക്കോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ക്രീമും പാലും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ എടുത്തേക്കുന്ന ഫ്രഷ് ക്രീമാണ് 200 ml ആണ് നമുക്ക് വേണ്ടത്. ഇത് 250 ml കപ്പാണ്, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാല് വേണം. പാല് 1 കപ്പ് പാല്. അതുപോലെ തന്നെ നമുക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം ജെലറ്റിൻ ഒന്ന് സോക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് 2 ടീസ്പൂൺ ജെലറ്റിനാണ് ആവശ്യം. ഈ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ജെലറ്റിൻ. നമ്മളെടുത്തേക്കുന്നത് റൂം ടെമ്പറേച്ചർ വാട്ടറാണ്. ഇത് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ബ്ലൂം ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റോളം നമ്മൾ ഇത് ബ്ലൂം ചെയ്യാൻ വെച്ചേക്കായിരുന്നു. ഇപ്പോൾ കണ്ട നന്നായിട്ട് കുതിർന്നു. ഇനി ഇത് ഒന്നെങ്കിൽ മൈക്രോവേവ് വെച്ചിട്ട് നമുക്കൊന്നത് ഹീറ്റ് ചെയ്തെടുക്കണം. മൈക്രോവേവിലാണെങ്കിൽ ഒരു 20 സെക്കൻഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ തിളച്ച വെള്ളത്തിൻ്റെ മേലെ വെച്ച് ഉരുക്കിയെടുക്കുക. ജെലറ്റിൻ ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പാലും ക്രീമും ഷുഗറും കൂടെ കുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുന്നൊരു സ്റ്റേജ് പഞ്ചസാര ഡിസോൾവ് ആയിട്ട് ക്രീം ഒന്ന് തിളയ്ക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യുക. നമുക്കിതിനകത്തേക്ക് ഇനിയും മെൽറ്റഡ് ജെലറ്റിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഉരുക്കി വെച്ചേക്കുന്ന ജെലറ്റിൻ ആ ചൂടോടുകൂടെ തന്നെ ചേർക്കുക. ജെലറ്റിൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ക്രീം കൂളായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിനി വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം. ഇതൊരു 4 പേർക്ക് സെർവ് ചെയ്യാവുന്ന ക്വാണ്ടിറ്റിയാണ്. 4 ബൗളിലേക്ക് ഇത് ഡിവൈഡ് ചെയ്ത് ഒഴിക്കാം. ഇത് നമ്മൾ അരിച്ച് വേണം ബൗളിലേക്ക് ഒഴിക്കാനായിട്ട്. ഇതേപോലെ 4 ബൗളിൽ ഡിവൈഡ് ചെയ്ത് ഒഴിക്കുക. ഇതിനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊരു 3-4 മണിക്കൂർ ചില്ല് ചെയ്യുക. നന്നായിട്ട് തണുത്ത ശേഷം മാത്രം സെർവ് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് പാനക്കോട്ടയുടെ സെർവ് ചെയ്യാനായിട്ട് ഒരു സ്ട്രോബെറി സോസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കമ്പോത്ത് എന്ന് പറയും. ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1/2 കപ്പ് സ്ട്രോബെറിയാണ് നമുക്ക് വേണ്ടത്. 1/2 കപ്പ് ഹീപ്ഡായിട്ടാണ് വേണം, നിറച്ച് വേണം. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. അതേപോലെ തന്നെ കുറച്ച് പീസസായിട്ട് ഇട്ടിട്ടുണ്ട്. മൊത്തം 1/2 കപ്പ് സ്ട്രോബെറി. ഇതിലേക്ക് പഞ്ചസാര എടുക്കുന്നത് ഒരു 1/2 കപ്പിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തേക്കുന്നത്. ഇത്രയും പഞ്ചസാര. ഇത് മധുരം കണക്കാക്കിയിട്ട് എടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കോൺഫ്ലവർ. ഇതിനകത്തുള്ള സ്ട്രോബെറിയുടെ പൾപ്പ് ബാക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്ട്രോബെറി ഉപയോഗിച്ചു. അതിന് പകരം നിങ്ങൾക്ക് ബ്ലൂബെറിയോ എന്ത് അവൈലബിൾ ആയിട്ടുള്ള മൾബെറിയോ ഒക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല ഒരു തിള വന്ന് ഒന്ന് തിക്കായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് വേണ്ടേ. ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ പാനക്കോട്ട നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നോക്കുന്നത് ഇങ്ങനെ ഒരു വോബ്ലി ടെക്സ്ചർ ഉണ്ടാവും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു അനങ്ങുന്ന പോലത്തെ ടെക്സ്ചർ, വോബ്ലി ടെക്സ്ചർ ഉണ്ടാവും. അതാണ് ഒരു പെർഫെക്റ്റ് പാനക്കോട്ടയുടെ അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഒത്തിരി ഹാർഡ് ആയിരിക്കില്ല, ഫേം ആയിരിക്കരുത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പാത്രത്തിൻ്റെ പുറത്ത് സ്ട്രോബെറിയുടെ സോസ് ഒഴിച്ചിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊരു പ്ലേറ്റിലേക്ക് കമത്തിയിട്ടിട്ട് അതിൻ്റെ ചുറ്റിനും സോസ് ഒഴിച്ചിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് കമത്തിയിടാം. അപ്പോൾ ഇതേപോലെയാണ് ഒരു പെർഫെക്റ്റ് പാനക്കോട്ട ഇരിക്കുക. ഒരു ബോബ്ലി ടെക്സ്ചർ ഉണ്ട്, അനങ്ങുന്ന പോലെ വരണം. അതിൻ്റെ പുറത്ത് നമുക്ക് സ്ട്രോബെറി സോസ് ഒഴിച്ച് സെർവ് ചെയ്യാം.
പെർഫെക്റ്റായിട്ട് എങ്ങനെ പാനക്കോട്ട നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റിംഗ് ടൈം ഒത്തിരി നേരം എടുക്കും. അപ്പോൾ ഓവർനൈറ്റൊക്കെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.